Please like and subscribe. ഓക്കെ, അപ്പൊ നമ്മള് വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി ഡയറ്റ് ഡിന്നറാണ്. അതായത് ഡയറ്റ് ഒക്കെ നോക്കുന്നവർക്ക് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡയറ്റ് ഡിന്നറാണ്. ആ കൂടി 2 ഐറ്റംസ് ആവശ്യമുള്ള ഒരു മഷ്റൂമും കുറച്ച് ബ്രോക്കലി. അതായത് ബ്രോക്കലിന്റെ വീട്ടിൽ ആദ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് അത് കുറച്ച് യൂസ് ചെയ്യുന്നു. പിന്നെ മഷ്റൂം ഇപ്പോൾ മേടിച്ചൊരു മഷ്റൂം, ഇങ്ങനെയാണ് നമുക്കിവിടെ മഷ്റൂം മേടിക്കാൻ കിട്ടുക. ഈ 2 ഐറ്റംസ് വെച്ചിട്ട് വളരെ സിമ്പിൾ ആയിട്ട് നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി ഡയറ്റ് ഡിന്നറാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പൊ ഇന്നത്തെ പരിപാടി അത്രേ ഉള്ളൂ. ഇന്നൊരു എമ്പുരാൻ റിലീസായ ദിവസം കൂടിയാണ്. അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങളും ഇതിന്റെ കൂടെ പറയാം എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമ്മൾ ഈ മഷ്റൂം മേടിച്ചത് ആദ്യം ആവശ്യമുള്ള കുറച്ച് മഷ്റൂം ഒന്ന് വെള്ളത്തിൽ ഇട്ട് വെക്കുക കുറച്ചു നേരം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എത്ര ആവശ്യമുള്ള മഷ്റൂം നോക്കി കുറച്ച് മഷ്റൂം നമ്മളൊന്ന് വെള്ളത്തിലിട്ട്, ഇത് നമ്മളെ ബാക്കിയുള്ള കുറച്ച് ബ്രോക്കലി, നിങ്ങളെല്ലാവരും എമ്പുരാൻ കണ്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഈ ഇത് ഇറങ്ങുമ്പോഴേക്കും ഏകദേശം നിങ്ങളെല്ലാവരും കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും. ഞാൻ ഇന്നാണ് എമ്പുരാൻ റിലീസായി 27-ാം തീയതി നമുക്ക് വീഡിയോ എടുക്കണേ. അപ്പൊ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ അഭിപ്രായം കൂടിയും ഒന്ന് ഈ വീഡിയോയുടെ അടിയിൽ പറയാം. എനിക്ക് പേഴ്സണലി തീരെ വർക്ക് ആവാത്തൊരു സിനിമയാണ് എമ്പുരാൻ. നിങ്ങളുടെ അഭിപ്രായം ചിലപ്പോൾ ഡിഫറെന്റ് ആയിരിക്കും, കാരണം സിനിമ എല്ലാവരുടെയും പേഴ്സണൽ ചോയ്സ് ആണ്, ഓരോരുത്തർക്കും ഡിഫറെന്റ് അഭിപ്രായങ്ങളായിരിക്കും. അപ്പൊ എനിക്ക് തീരെ വർക്ക് ആവാത്തൊരു സിനിമയാണ് എമ്പുരാൻ. ഒരു ബിലോ ഏവറേജ് എന്ന് പറയുന്നില്ല, ഒരു ഏവറേജ് മൂവി. ഈ ഹൈപ്പിനുള്ള ഒരിക്കലും വർത്തായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങളെല്ലാവരും എമ്പുരാന്റെ അഭിപ്രായം ഒന്ന് കമന്റ് ബോക്സിൽ പറയാ. അപ്പൊ നമുക്ക് വീണ്ടും നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാം. ഇതിന് കുറച്ച് മഷ്റൂം ഉണ്ട്, ഈ മഷ്റൂം കൂടി നമ്മൾ കട്ട് ചെയ്തിട്ട് അതിൽ ഇടുകയാണ്. ഓക്കെ, നമുക്ക് ഈ ഡിഷ് നമുക്ക് എമ്പുരാൻ ഡയറ്റ് ഡിന്നർ എന്ന് പറയാം. എമ്പുരാൻ കണ്ട ദിവസമായ കാരണം, എമ്പുരാൻ കണ്ട് ആകെ വട്ടത്തിൽ സന്തോഷമായിരിക്കണ കാരണം നമുക്കിതിന് എമ്പുരാൻ ഡയറ്റ് ഡിന്നർ എന്ന് പറയാം. നമുക്ക് വളരെ പെട്ടെന്ന്, വളരെ എന്താ പറയാ, 5 മിനിറ്റ് കൊണ്ട്, ഇപ്പം ഞാൻ വർത്തമാനം പറഞ്ഞ കാരണം ഇത്ര സമയം എടുത്തേ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ സംഭവമാണത്. വേറെ ഒന്നും ചെയ്യാനില്ല, അതുകൊണ്ടാണ്. ഓക്കെ, ഇനി കുറച്ച് നമ്മുടെ സ്ഥിരമായിട്ട് കുറച്ച് യെല്ലോ ക്യാപ്സിക്കം കൂടി ഒരു ഭംഗിക്ക് അതിൻ്റെ കൂടെ കിടന്നുണ്ട്. ഓക്കെ, കുറച്ച് ഉപ്പ് ചേർക്കാം. നമ്മൾ കാര്യം ചെയ്യാം, നമുക്കിതൊന്ന് ജസ്റ്റ് നന്നായി മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടേ നമുക്കിതൊരു പാത്രത്തിലേക്ക്, അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കാണുകയും ചെയ്യാം. നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തു. ഓക്കെ, നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തു. നമുക്ക് കുറച്ച് പെപ്പറും കൂടിയും ചേർക്കാം. ജസ്റ്റ് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ മറ്റേതിലാണെങ്കിൽ കുറച്ച് മിക്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമ്മളിതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി അത് അവിടെ ഇരിക്കട്ടെ. നമുക്ക് ഈ പാത്രത്തിൽ വീണ്ടും എന്ത് ചെയ്യേണ്ടത്, കുറച്ച് എണ്ണ ഒഴിക്കുക പാത്രത്തിൽ. വളരെ കുറച്ച് എണ്ണ ഒഴിച്ച്, വളരെ കുറച്ച്, അധികം എണ്ണ വേണ്ട. ഒരു ബ്രഷ് എങ്ങനെ ഉണ്ടെന്ന് ഇതെടുത്ത് ജസ്റ്റ് ഈ പാത്രത്തിൻ്റെ എല്ലായിടത്തും എത്തുന്ന രീതിയിലൊരു എണ്ണ ഒന്ന് ഇതാക്കി കൊടുക്കുക. ഈ പാത്രത്തിൻ്റെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ എണ്ണ ഒന്ന് ആക്കി കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഈ സോർട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ വെജിറ്റബിൾസ് വീണ്ടും ഇതിലേക്ക് ഒന്ന് എടുത്തിടുക. ഓക്കെ, ഇനി നമുക്ക് 2 മുട്ടയുടെ പരിപാടി ഉണ്ട്. ഡയറ്റിന് ഫുഡാകുമ്പോൾ മുട്ട വിട്ടിട്ടുള്ളൊരു കളിയില്ല. പ്രോട്ടീൻ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മുട്ട വിട്ടിട്ടുള്ളൊരു കളിയില്ല. ഓക്കെ, അപ്പോൾ നമ്മളെ മുട്ട അടിച്ചു വെച്ചു. ഇനി അതൊന്ന് ഇതിലേക്ക് ഒന്ന് എല്ലായിടത്തേക്കും എത്തുന്ന രീതിയിലൊന്ന് ഷ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത്രേ പരിപാടിയുള്ളൂ. ഇനി അപ്പോൾ ചീസ് ഒന്ന് കവറിൽ നിന്ന് പൊട്ടിച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ മുഖത്തൊന്ന് ഇങ്ങനെ ഷ്രെഡ് ചെയ്തിടാം. ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ ഷ്രെഡ് ചെയ്തിടാം. ഇത്രയുള്ള പരിപാടി. ഇനി നമുക്ക് ഇത് നൈസായിട്ട് മൈക്രോവേവിൽ ഒന്ന്
കയറ്റി വെക്കാം. അതിനുശേഷം ഒന്ന് ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 7 ഇതിലിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് നോക്കിയിട്ട് എടുക്കാം. മാക്സിമം ഒരു 7 മിനിറ്റ് മൈക്രോവേവിൽ ഇട്ട് കഴിഞ്ഞാൽ ആവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അത് അവിടെ ഇരിക്കണം. ആ സമയം കൊണ്ട് നമുക്കൊന്ന് പോയിട്ട് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം. അപ്പോഴേക്ക് സംഭവം റെഡി ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് സെറ്റായിട്ട് വന്നിട്ട് കണ്ട എമ്പുരാൻ കാരണം എമ്പുരാൻ ലുക്കിൽ തന്നെ നമ്മൾ വന്നത്. കറുത്ത എല്ലാവരും ബ്ലാക്കും ബ്ലാക്കും എന്ന് പറഞ്ഞ ഡബിൾ സോൺ സിനിമ എന്നല്ല പറഞ്ഞുള്ള. അപ്പം അങ്ങനെ നമ്മുടെ സംഭവം ഏകദേശം ഒരു 7 മിനിറ്റ് ഇതിൽ വെച്ചതിന് ശേഷം ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. അപ്പം ഇത് ലാസ്റ്റ് ഇത് ഇങ്ങനെ ഇരിക്കും. ഫൈനൽ ഔട്ട്പുട്ട് ഇതാ. വേറെ ഒറ്റ പണിയില്ല. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഡിഷാണ്. നമുക്ക് 5 മിനിറ്റ് കൊണ്ട് ജസ്റ്റ് കുറച്ച് ബ്രോക്കലി, കുറച്ച് മഷ്റൂം അരിയുക, കുറച്ച് ഉപ്പിട്ട് കുരുമുളക് ഇട്ടൊന്ന് തിരുമ്പി വെക്കുക, ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് വെക്കുക. പിന്നെ കുറച്ച് എന്താ പറയുക ക്യാപ്സിക്കം ഇടുക, 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക, ഒരു എന്താ പറയുക ചീസിൻ്റെ പീസ് പൊട്ടിച്ചിടുക, മൈക്രോവേവിൽ വയ്ക്കുക. വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്ക് പരിപാടി കഴിയും. വേറെ ഇതില്ല. ഡയറ്റൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് വേണ്ടി പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കണം എന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. എന്നിട്ട് കഴിച്ചിട്ട് അങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയാം. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഇന്ന് എമ്പുരാൻ്റെ ദിവസമാണ്. അപ്പോൾ എമ്പുരാൻ്റെ അഭിപ്രായം കൂടിയും പറയാം. ഈ വീഡിയോ വരുമ്പോൾ മിക്കവാറും തിങ്കളാഴ്ച ആയിരിക്കും. അപ്പോൾ ഏകദേശം ഒരുവിധം പേരൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇതൊരു സ്പോയിലറൊന്നും ആവില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് അഭിപ്രായം പറയാം. അപ്പോൾ നമ്മൾ ഈ ഡിഷ് നമ്മൾ ഒന്നും കൂടി വിളിക്കുന്നത് എമ്പുരാൻ ഡിന്നർ ഡയറ്റ്. ഓക്കെ, അപ്പോൾ താങ്ക് യു.